പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 6-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 13-ാം വാക്യം. ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. ഇസ്രയേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വലിയ കരുതൽ, സ്നേഹം, ദൈവം ഇസ്രയേൽ ജനത്തെ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചാലും, ഞാൻ നിന്നോട് കോപിച്ചാലും, ഞാൻ നിന്നെ വിട്ടുകളയാതെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇസ്രയേൽ ജനമേ, നിങ്ങൾ ഒരിക്കലും അനാഥരായി പോവുകയോ ശത്രു നിങ്ങളുടെ മേൽ ജയാരവം മുഴക്കുകയോ ചെയ്യുകയില്ല. കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെ വന്ന് ഇസ്രയേൽ ജനത്തിന് നൽകുന്ന വലിയൊരു ഉറപ്പാണ്. നിങ്ങളുടെ മക്കളൊക്കെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ, ദൈവവചനത്താൽ ഉപദേശിക്കപ്പെട്ടവർ. അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരുടെ സമാധാനം വലുതുമാണ്. നമ്മുടെ ഒരു വലിയ കുഴപ്പം ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ഉപദേശം എന്നത് അനാവശ്യമായ ഒരു കാര്യമായി വന്നിരിക്കുകയാണ്. ഇന്ന് ആർക്കാണ് ഉപദേശം ആവശ്യമുള്ളത്? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നമ്മോട് ചോദിക്കുന്നത് പപ്പായ്ക്കെന്തോ അറിയാം, അമ്മയ്ക്കെന്തോ അറിയാം. ആ നിലയിലാണ് നാം ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കണ്ടു. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന 18 വയസ്സ് പോലും തികയാത്ത കൊച്ചു കുട്ടികൾ അധ്യാപകരോടും നിയമപാലകരോടും ഇടപെടുന്ന രീതികൾ, അവരുടെ ജീവിതചര്യകൾ, അവരുടെ സ്വഭാവത്തിലെ വൈകൃതങ്ങൾ നാം കാണുകയുണ്ടായി. ഇന്ന് ഉപദേശം ആവശ്യമില്ലാത്ത ഒരു തലമുറ. അധ്യാപകർ ഉപദേശിച്ചാലും, മുതിർന്നവർ ഉപദേശിച്ചാലും, മാതാപിതാക്കൾ ഉപദേശിച്ചാലും ഉപദേശത്തിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് എന്താണ്? സമാധാനമില്ല. വിദ്യാഭ്യാസമുള്ളവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആത്മഹത്യക്ക് വശംവദരാകുന്നു. ഓരോ ദിവസത്തെയും കണക്കെടുത്താൽ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ വർദ്ധിക്കുന്നു. എന്താണ് കാരണം? ദൈവിക ഉപദേശം, ധാർമ്മിക ഉപദേശം കാറ്റിൽ പറത്തിയുള്ള ജീവിതം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം, ദൈവവചനത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സമാധാനം വലിയതാണ്. നമ്മൾ ഒന്നിനെ ചൊല്ലിയും വ്യാകുലപ്പെടേണ്ടതായി വരികയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഉറപ്പും ധൈര്യവുമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്, കൂടെയുള്ള നിധിയാണ്, ആ ദിവസം വരെ കാപ്പാൻ ശക്തൻ.
എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, പ്രതികൂലം വന്നാലും, പ്രതിസന്ധി വന്നാലും, ആരൊക്കെ കൈവിട്ടാലും, കൂടെ നിൽക്കുന്നവർ ഒറ്റ സെക്കൻഡ് കൊണ്ട് മലക്കം മറിഞ്ഞ് മാറിയാലും കൂടെയുള്ള ഒരു കർത്താവുണ്ട്. ആ ദിവസം വരെ കാപ്പാൻ ശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എന്നിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ സമാധാനം പോവുകയില്ല. നമുക്ക് ആ ഉറപ്പും ധൈര്യവും ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ സ്വസ്ഥത നശിക്കും, ഉറക്കം നഷ്ടപ്പെടും. ആ കാര്യങ്ങൾ ആവർത്തിച്ച് നാം ചിന്തിക്കും. ടി വിയിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് പോലെ നമ്മളത് അകക്കണ്ണുകൊണ്ട് ചിത്രീകരണം നടത്തും. ഇതല്ലേ ശരിക്കും സംഭവിക്കുന്നത്? പക്ഷേ ഈ സ്ഥാനത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവചനം നിറച്ച് പ്രാർത്ഥനയോടെ എൻ്റെ കർത്താവിനാൽ ഇത് ഞാൻ സാധിച്ചെടുക്കും എന്നൊരു പ്രാവശ്യം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ആ ഒരു പ്രാവശ്യം അങ്ങനെ പറയുന്നതിന് മുൻപേ 100 പ്രാവശ്യം അസാധ്യങ്ങളുടെ ലിസ്റ്റ്, പ്രശ്നങ്ങളുടെ ലിസ്റ്റ്, പ്രതികൂലങ്ങളുടെ നീണ്ട നിര നമ്മളങ്ങ് നിരത്തിക്കഴിയും. അവിടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ആശയും പോയി പോകും. ഈ പകൽ എൻ്റെയും നിങ്ങളുടെ അവസ്ഥ ഇതിൽ ഏതിലാണ്? പാടില്ല. ദൈവത്താൽ, ദൈവവചനത്താൽ, യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം ഞാനും നിങ്ങളും. പിന്നെ എന്ത് ക്രിസ്തീയ പാരമ്പര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത്? വളർന്നു വന്നപ്പോഴേ വല്യപ്പച്ചനും വല്യപ്പച്ചിയും സങ്കീർത്തനം മുഴുവൻ പഠിപ്പിച്ചു. സൺഡേ സ്കൂളിലോട്ടാ ചെന്ന് വീണത്. പിന്നെ ഗായക സംഘത്തിലായി, യുവജന പ്രസ്ഥാനത്തിലായി, പിന്നെ അങ്ങനെ പോവുകയാണ്. പാരമ്പര്യമൊക്കെ പറയാൻ നമുക്ക് ധാരാളമുണ്ട്. പക്ഷേ നമ്മളെ തൊടുന്ന ഒരു ചെറിയ കാര്യം വരുമ്പോൾ ഒരു അവിശ്വാസി പോലും ചെയ്യാത്ത കാര്യം നാം ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റം വരണം. ഒന്നും വേണ്ട, ദൈവവചനം എൻ്റെ ഉള്ളിലുണ്ട്. ആ വചനം എൻ്റെ പ്രശ്നത്തിന് ക്രിയ ചെയ്യും, അതിന്മേൽ വിടുതൽ അയക്കും. അതുകൊണ്ട് എൻ്റെ സമാധാനം വലുതായിരിക്കും. മാത്രമല്ല, അങ്ങനെ ദൈവവചനത്താൽ ഉപദേശിക്കപ്പെട്ട് ദൈവിക സമാധാനം ഉള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കാൻ കഴിയുകയുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ടെ. നിങ്ങൾ മറ്റൊരാളുടെ സമാധാനം കെടുത്തിക്കളയുന്നവരാണോ, നിങ്ങളാൽ സമാധാനം കൊടുക്കുന്നവരാണോ? നിർഭാഗ്യവശാൽ നമ്മിൽ ഭൂരിഭാഗം പേരും നമ്മുടെ സമാധാനമോ പോയി ബാക്കിയുള്ളവരുടെ സമാധാനവും കളയുന്നവരായി തീരുകയാണ്. ഇതല്ലേ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദൈവവചനം നമ്മുടെ ഉള്ളിലില്ല. അതെ, നല്ല നിലത്ത് വീണ വിത്തുപോലെ 30, 60, 100 മേനി ഫലം കൊടുക്കുവാൻ കഴിയണം. നമ്മുടെ ഉള്ളിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വീട്ടിൽ നിന്ന് പഠിച്ചതും സൺഡേ സ്കൂളും ഗായക സംഘവും യുവജന പ്രസ്ഥാനവും അല്ലെങ്കിൽ കൺവെൻഷനും പ്രാർത്ഥനകളും ആത്മീയ കൂട്ടായ്മകളും ഒക്കെ വിത്ത് വിതയ്ക്കപ്പെട്ടതാ. പക്ഷേ വഴി സ്ഥലത്തായിപ്പോയി, മുള്ളിനിടയിലായിപ്പോയി, പാറസ്ഥലത്തും ആയിപ്പോയി. വീണതിന് കുഴപ്പമില്ല, ഇവിടെ ഒക്കെ മുളയ്ക്കുകയും ചെയ്തിരുന്നു, പക്ഷേ ഫലം കൊടുത്തില്ല, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഫലം കൊടുക്കുന്ന ജീവിതമാകുവാൻ ദൈവവചനത്താൽ ഉപദേശിക്കപ്പെട്ട് ആ സ്വർഗീയ സമാധാനം പ്രാപിച്ച് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുക. അതെ, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്പനേരത്തേക്ക് ദൈവം തൻ്റെ മുഖം നമ്മിൽ നിന്ന് മാറ്റിക്കളയും. അതുകൊണ്ട് നാം ഓടിപ്പോകണമെന്നല്ല, ദൈവത്തെ വിട്ടുപോകണമെന്നല്ല, എൻ്റെ ഈ പ്രശ്നം കൊണ്ട് ഞാൻ തീരും എന്ന് ചിന്തിച്ച് ജീവിക്കാനുമല്ല.
അതെന്നെ ഒരു പാഠം പഠിപ്പിക്കുവാനാ. ഞാൻ ചില തിരിച്ചറിവിലേക്ക് വരുവാനാ. അത് നാം ഗൗരവമായി പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിൽ ആരെങ്കിലും ആരോഗ്യപരമായി, മാനസികമായി, കുടുംബമായി എന്തെങ്കിലും വിഷയത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവം അറിയാതെ അല്ല. ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മിൽ കൂടെ ദൈവം നിറവേറ്റിക്കഴിഞ്ഞ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി നിർത്തും. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ഒരു ക്ഷമ, ദൈവകൃപ, അത് നാം പ്രാപിച്ചെടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ക്ഷമ അറ്റുപോവുകയും അസമാധാനത്തോടെ നിലനിൽക്കുകയും ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ടു പോവുകയും ചെയ്തത്. അല്ല, ഇന്ന് ഞാൻ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങൾ എൻ്റെ ദൈവം എന്നെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുവാനായി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ ആ പാഠത്തിൽ തോറ്റു വീഴുകയല്ല, ഞാൻ ജയിക്കും, മുന്നേറും, അതിജീവിക്കും എന്ന് പ്രാർത്ഥനയോട് തീരുമാനമെടുത്തേ പ്രശ്നത്തെ നിഷ്പ്രയാസം പരിഹരിക്കുവാനും സ്തോത്രത്തോടെ അതിജീവിക്കുവാനും ഇടയാകും. അങ്ങനെ നമ്മുടെ സമാധാനം വലിയതാകുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ കൂട്ടായ്മക്കാരുടെ, സുഹൃത്തുക്കളുടെ, കൊളീഗ്സിന്റെ, ആത്മീയരുടെ ഒക്കെ ജീവിതവും സമാധാനപൂരിതമാകും. അങ്ങനെ ധന്യമായൊരു ജീവിതത്തിന്റെ ഉടമകളായി പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് കോണിലായിരിക്കുന്നോ അവിടെ യഹോവയുടെ ഉപദേശത്താൽ പൂർത്തീകരിക്കപ്പെടുന്നവരായി നിങ്ങൾ വളർന്നു വരുവാൻ ഇടയാകട്ടെ. ദൈവിക സമാധാനം നിങ്ങളിൽ ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവിക സമാധാനം പ്രാപിക്കുവാൻ ദൈവിക ഉപദേശം കൈക്കൊള്ളുക. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ദൈവകൃപയോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇന്നത്തെ ദിനം ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നാളുകളായി ദൈവവചനം കൈകാര്യം ചെയ്യുന്നുവെങ്കിലും വേണ്ടവണ്ണം ഉപദേശിക്കപ്പെടായക കൊണ്ട് ചെറിയ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും സങ്കടപ്പെടുന്നവരും പിറുപിറുക്കുന്നവരും പിന്മാറുന്നവരുമാ. തന്മൂലം ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു, ആത്മീയ സന്തോഷം ഇല്ലാതെയാകുന്നു. ഓരോ ദിവസവും ഞങ്ങൾ വേദനയോടെ തള്ളി നീക്കുന്നു. ഇന്നിൻ്റെ സന്തോഷം ഒരു വിധത്തിലും ഇന്ന് അനുഭവിക്കാതെ ഞങ്ങൾ പലപ്പോഴും ശപിക്കപ്പെട്ടവരായി ജീവിക്കുന്ന കുറവുകളെ ഇന്ന് തിരിച്ചറിഞ്ഞതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ജീവിതം ജീവിക്കാനുള്ളതാണെന്നും അത് ദൈവത്തിന്റെ സമാധാനത്താൽ നിറയപ്പെട്ട് ജീവിക്കണമെന്നും യെശയ്യാ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് ഓർമ്മപ്പെടുത്തിയത് ഈ പ്രതികൂലമുള്ള ലോകത്തിൽ, പ്രതിസന്ധികളുള്ള ലോകത്തിൽ, ഉപദേശങ്ങൾ കൈക്കൊള്ളുവാൻ വിസമ്മതിക്കുന്ന ലോകത്തിൽ ഞങ്ങൾക്കൊരു വലിയ താക്കീതായി നൽകിയതിനായി സ്തോത്രം. തിരുവെഴുത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, ഉപദേശം കൈക്കൊള്ളുവാൻ, ദൈവിക സമാധാനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അപ്പാ, അങ്ങയിൽ കൂടെയുള്ള ഉപദേശം സ്വീകരിച്ച് സ്വർഗീയ സമാധാനത്തിന് പാത്രീഭൂതരായി ദൈവകൃപയോടെ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ പല മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവവചനം വായിച്ചതുകൊണ്ടും കേട്ടതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും ഒരു കാര്യവുമില്ല. ഉപദേശം കൈക്കൊള്ളണം. ആ ഉപദേശം കൈക്കൊള്ളിടത്തോളം കാലം സമാധാനമെന്താ, സന്തോഷമെന്താ നാം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ സമാധാനത്തിൻ്റെ ഉടമകളാകണമെങ്കിൽ ദൈവവചനം കൈക്കൊണ്ട് ദൈവകൃപയിൽ വളർന്ന്
പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ദൈവത്തിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവ പൈതൽ അന്നന്നത്തെ സകല സന്തോഷങ്ങളും ഒരു ദൈവ പൈതലിന് ഒരുക്കിയിരിക്കുന്ന സകല പരിധിക്കകത്ത് നിന്നും അനുഭവിച്ചു വേണം പോകാൻ. ഇന്നലെ ഓർത്ത് നെടുവേർപ്പിടുകയും ഇന്നിനെ ഓർത്ത് പരിതപിക്കുകയും നാളത്തെ ഓർത്ത് ആകുലപ്പെടുകയുമല്ല ചെയ്യേണ്ടത്. ഇന്നിൻ്റെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയും. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാൻ ജീവജലത്തിൻ്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.